ശ്രീ സാലി കൂടി ഇപ്പോൾ നമ്മളൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. സാലി, അദ്ദേഹം അർജന്റീനൻ ഫുട്ബോൾ ആരാധകനാണ്, ഫുട്ബോൾ പ്രേമിയാണ്. അതിന് കേരളത്തിലെ പ്രധാനപ്പെട്ട അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ്. സാലി, ഇതിപ്പോൾ നമുക്കറിയാം എത്ര ആവേശത്തോടു കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് മെസ്സി കേരളത്തിൽ കളിക്കുക എന്നുള്ളത്. അത് ഏതാണ്ടെന്ന് ഉറച്ചു വന്നൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ചർച്ച കൂടി കേരളത്തിൽ പുരോഗമിക്കുന്നത്. അത് പലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. പലസ്തീനിലെ മനുഷ്യക്കുരുതി, ഗസയിലെ മനുഷ്യക്കുരുതി ഒന്നും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാവുന്നതല്ല. അത്തരമൊരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് UN-ൽ നടത്തിയ ഒരു വോട്ട്, അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ചർച്ച ഉണ്ടായിരിക്കുന്നത്. അത് ന്യായീകരിക്കുന്നുണ്ടോ? ഈ കളിയും രാഷ്ട്രീയവും മതവും ഒക്കെയായി കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയാണോ? ഹലോ സാലി, ഒരു വിധത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കളിയും അല്ലെങ്കിൽ രാഷ്ട്രീയവും മതമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പിരിറ്റിൽ എടുക്കേണ്ടതാണ്. പക്ഷെ ഈ ഇത്തരത്തിലുള്ള ഒരു സംഗതികൾ നടത്തുമ്പോൾ നമുക്ക് അതിനോട് സപ്പോർട്ട് ചെയ്യണതിൽ ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ട്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന അർജന്റീന അല്ലെങ്കിൽ മെസ്സി ഇവരൊക്കെ പോലും പലസ്തീനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഇതാക്കിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഒരു വിഷമം വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ഫുട്ബോൾ ആരാധകർ എന്നുള്ള നിലയ്ക്ക് ഹലോ പറഞ്ഞോളൂ, കേൾക്കാം സാലി. ഫുട്ബോൾ ആരാധകർ എന്ന നിലയ്ക്ക് നമ്മൾ കളി കാണാൻ പോകണം, അർജന്റീന വരണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. പക്ഷെ എന്തായി കഴിഞ്ഞാലും ഇവിടെ ഈ ഒരു സമയത്ത്, ഇത്തരത്തിലുള്ള സമയത്ത് അർജന്റീനക്ക് ഇത്ര ഒരുപാട് ഫാൻസുകൾ ഇപ്പോൾ അർജന്റീന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ കാണുന്നത്. അപ്പോ അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമമുണ്ട്. നമുക്ക് ചില സ്പോർട്സ് എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തായി കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ മറ്റു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്തായി കഴിഞ്ഞാലും അത് അംഗീകരിക്കാനും പറ്റുന്നില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ആകെ ഒരു കൺഫ്യൂഷനിൽ നിന്നോണ്ടിരിക്കുന്ന സമയപ്പോ. ഈ വിവാദം ഇങ്ങനെ കത്തിപ്പടർന്നാൽ, അത് കൂടുതൽ സോഷ്യൽ മീഡിയയൊക്കെ ഏറ്റെടുത്താൽ, അതങ്ങ് അർജന്റീന വരെ എത്തിയാൽ, അവർ ഇങ്ങോട്ടേക്ക് വരാതിരുന്നാൽ അത് ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു നഷ്ടമാവും. തീർച്ചയായിട്ടും നഷ്ടം. ഇതിപ്പോ മിനിസ്റ്റർ എന്ത് തീരുമാനം എടുക്കണോ ആ തീരുമാനത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അല്ല, രാഷ്ട്രീയമായി ഇനിയിപ്പോൾ ഇത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാഹചര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഫാൻസ് എല്ലാം കാത്തിരിക്കുന്ന ഒരു അവസരം കൂടിയാണിത്. അതെ 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 അതെ. ഇപ്പോൾ ഈ നമ്മുടെ മുഹമ്മദ് അലി കിനാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നപ്പോൾ കൈകൊടുക്കാതിരുന്ന ക്യാപ്റ്റന്മാരെ കുറിച്ചാണ്. അതിനുള്ള അവകാശമുണ്ട് എന്ന് പറയുകയാണ്. അവിടെ എല്ലാത്തിനും രാഷ്ട്രീയമുണ്ട്. ഈ ഒരു കളിയും രാഷ്ട്രീയ മുക്തമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് പാകിസ്ഥാനോട് അത്രമാത്രമായി സൗഹൃദമെന്ന് ഇന്ത്യ തീരുമാനിച്ചു, അതിനാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത്. അത്തരത്തിൽ അർജന്റീന വിഷയത്തിലും ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ള ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്.